അഴിയുന്തോറും മുറുകുന്ന കുരുക്കായി മാറുകയാണോ ഹോർമൂസിന് ചുറ്റുമുള്ള മേഖല? ഈ ഒരു ന്യായമായ സംശയം ഇപ്പോൾ പ്രബലമാണ്. ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണ നിലയിലെത്തിയിരിക്കുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നയിക്കുന്ന ഒരു പ്രതിനിധി സംഘം, അതോടൊപ്പം തന്നെ ജാരഡ് കുഷ്ണർ എന്ന ട്രംപിന്റെ മരുമകനും സ്റ്റീവ് വിറ്റ്കോഫ് എന്ന ട്രംപിന്റെ പശ്ചിമേഷ്യ ഏജന്റും എല്ലാം പങ്കെടുക്കുന്ന ഇസ്ലാമാബാദിലെ ചർച്ച അവരെല്ലാം എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രതിനിധിയായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നയിക്കുന്ന പ്രതിനിധി സംഘം, അതോടൊപ്പം തന്നെ മറ്റൊരു സംഘം കൂടിയുണ്ട്, ഇറാന്റെ പാർലമെന്റായ മജ്ലിസിന്റെ സ്പീക്കർ നയിക്കുന്ന മറ്റൊരു സംഘം. ഇവരെല്ലാം തന്നെ ഇസ്ലാമാബാദിൽ എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് നേരിട്ടുള്ള ചർച്ച, ആദ്യ റൗണ്ടിലൊക്കെ പാകിസ്ഥാൻ മധ്യസ്ഥനോട് സംസാരിക്കുകയായിരിക്കും. അതിനുശേഷം ഏതാണ്ട് മുഖാമുഖം വരുന്ന ഒരു ചർച്ച. ഈ ചർച്ചയുടെ ടേംസ് ആൻഡ് റെഫറൻസും ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിന് പാരലായി രണ്ട് മേഖലകളിൽ വൻപൻ സംഘർഷം നടക്കുന്നു. ഒന്ന്, ഇസ്രായേലും ലെബനനും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ലെബനനും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ലെബനന്റെ തെക്ക് ഭാഗത്ത് കേന്ദ്രീകരിച്ച ഹിസ്ബുള്ളയെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ എന്ന പേരിൽ ലെബനന്റെ തെക്കൻ പ്രദേശത്തേക്ക് ഇസ്രായേലി സേന അതിശക്തമായ ആക്രമണമാണ് നടക്കുന്നത്. അത് കുറച്ചുകൂടി കടന്ന് ബെയ്റൂട്ട് മേഖലയിലേക്ക് കൂടി ആക്രമണം വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ലെബനൻ ഈ കരാറിന്റെ ഭാഗമല്ല എന്നാണ് ഇസ്രായേൽ ആവർത്തിച്ചു പറയുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ ഇസ്രായേലും ഈ കരാറിന്റെ ഭാഗമല്ലല്ലോ. അമേരിക്കയും ഇറാനും തമ്മിൽ മാത്രമാണ് കരാർ. ഇസ്രായേലിനെ മാറ്റി നിർത്തി ഇസ്രായേലിനെ ഒരു കാരണവശാലും ഇറാൻ ഈ ചർച്ചയുടെ ഭാഗമായി അംഗീകരിക്കില്ല എന്നതുകൊണ്ടാവാം ഇസ്രായേൽ സമാന്തരമായി ഇസ്രായേലിന്റെ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുന്നു. അജണ്ട അനുസരിച്ച് ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലേക്ക് നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നത് ലെബനന്റെ തെക്കൻ മേഖലയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഹിസ്ബുള്ള ഗറില്ലകളാണ്. ഹിസ്ബുള്ളയെ ഫണ്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ആയുധം അണിയിക്കുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും എല്ലാം ചരിത്രപരമായി ഇറാനാണ്. ഇപ്പോഴും ഇറാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഷിയ മിലീഷ്യ തന്നെയാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് ഹിസ്ബുള്ളയുമായി ഒരു കരാർ ഉണ്ടായിരുന്നത് ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം എത്തിച്ചേർന്ന ഒരു കരാർ, ഇസ്രായേൽ ഹിസ്ബുള്ള കരാർ, അത് ലംഘിച്ചുകൊണ്ട് വൻതോതിൽ ഹിസ്ബുള്ളയെ ഫിനിഷ് ചെയ്യാനായി ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ അതിനുള്ള പ്രതികരണവുമായി എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം ഘടിപ്പിച്ചാൽ തങ്ങൾ ചർച്ചകളിൽ നിന്ന് ഒരുപക്ഷെ പിന്നോട്ട് പോകാൻ നിർബന്ധിതരാവും എന്ന രീതിയിലൊരു ഭീഷണി പ്രയോഗവും ഇറാന്റെ ഭാഗത്തുണ്ട്. അതാണ് പടിഞ്ഞാറൻ ഫ്രണ്ടിലെ ഒരു മേഖല. രണ്ട്, ഹോർമൂസ് തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. ഹോർമൂസ് തുറന്നു കൊടുക്കും എന്നായിരുന്നു താൽക്കാലിക വെടിനിർത്തലിനുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത്. അമേരിക്ക വെടിനിർത്തുന്നു, പകരമായി ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറന്നു കൊടുക്കും എന്നായിരുന്നു കരാർ. പക്ഷെ ഇപ്പോഴും ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണം 15ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. അതുപോലും കടന്നു പോകുമ്പോൾ എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെ നിശ്ചിത തുക കപ്പമായി കൊടുത്തുകൊണ്ട്, ഫീസായി കൊടുത്തുകൊണ്ടാണ് കടന്നു പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ഇറാന്റെ ഒരു വലിയ സ്ട്രാറ്റജിക് പോയിന്റ് തന്നെ അതാണ്. യുദ്ധത്തിന് മുൻപ് ഹോർമൂസ് ഒരു വിഷയമായിരുന്നില്ല. ഹോർമൂസ് ഉപരോധം എന്നത് അമേരിക്കയുടെ ഒരു ഇറാൻ കപ്പലുകളെ ഹോർമൂസിൽ വെച്ച് അമേരിക്കയ്ക്കാണ് ഉപരോധിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇറാനാണ് ഏത് കപ്പലുകളാണ് ഹോർമൂസിലേക്ക് കടക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് മാത്രമല്ല, ഫീസ് ഈടാക്കാൻ വേണ്ടി ഹോർമൂസിലൂടെ കടന്നു പോകുന്ന ഓരോ കപ്പലിലും നിശ്ചിത തുക ചുങ്കമായി പിരിക്കണമെന്ന് ഇറാൻ പാർലമെന്റ് മജ്ലിസ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഈ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം ഹോർമൂസ് പൂർണ്ണമായി മറ്റ് നിബന്ധനകളില്ലാതെ തുറന്നു കൊടുക്കുക എന്ന ഒരു പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു. അതുകൊണ്ട് ചർച്ചകളിൽ ഒരുപക്ഷെ ആദ്യം വരാൻ സാധ്യതയുള്ളത് ഹോർമൂസിലുള്ള രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും ഇറാന്റെ തീരക്കടലിനോട് ചേർന്ന് വൻതോതിൽ മൈനുകൾ പാകിയിട്ടുണ്ട്. അത് ഇറാന് മാത്രമേ അറിയൂ ഏതെല്ലാം സ്ഥലത്താണ്, ഏത് തരത്തിലുള്ള മൈനുകളാണ്, കടലിന്റെ അടിത്തട്ടിലുള്ള മൈനാണോ അതോ ഉപരിതലത്തിൽ പൊക്കിക്കിടക്കുന്ന കപ്പലുകൾ വരുമ്പോൾ കാന്തികമായി ആകർഷിക്കപ്പെടുന്ന മൈനുകളാണോ, അതേക്കുറിച്ചുള്ള ധാരണ ഇറാന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഇറാന്റെ അകമ്പടി കപ്പലുകളോട് സഹായത്തോടുകൂടി മാത്രമേ ഹോർമൂസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് കപ്പലുകൾക്ക് പ്രവേശിക്കാനോ അകത്തുനിന്ന് ചരക്കുമായി കപ്പലുകൾക്ക് പുറത്തോട്ട് പോകാനോ ആവൂ എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇറാന്റെ സഹകരണം പൂർണ്ണമായി ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ്. അത് ബലപ്രയോഗത്തിലൂടെ അത് മാറ്റാൻ ശ്രമിക്കുമെന്ന് പല ആവർത്തി ട്രംപ് പറഞ്ഞുവെങ്കിലും ബലപ്രയോഗം നടത്തുന്നതിന് മുൻപ് തന്നെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അത് നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഇതാ യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിൽ ഇറാന്റെ
തെക്കൻ പ്രദേശത്തുകൂടി ഹോർമൂസിലൂടെ കപ്പൽ കടന്നു പോകാനുള്ള സുഗമപാത ഒരുക്കുന്നതിനുള്ള ഒരു നീക്കം സമാന്തരമായി നടക്കുന്നു. അതിൽ അമേരിക്കയ്ക്ക് പങ്കാളിത്തമില്ല. അതിനോട് എങ്ങനെയാണ് ഇറാൻ പ്രതികരിക്കുന്നത് എന്നും കൃത്യമായി നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് ചർച്ചകൾ ഒരുപക്ഷെ ആദ്യ റൗണ്ടിലൊന്നും വലിയ വിജയം കാണാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഈ കുറഞ്ഞു വന്ന ഓയിൽ പ്രൈസസ്, ക്രൂഡ് ഓയിൽ പ്രൈസസ്, ബ്രന്റ് ക്രൂഡിന്റെ വില ഇന്നിടെ $95 ഉയർന്നിരിക്കുന്നു. $90 വരെ താണിരുന്ന oil prices has risen a bit to $95 per barrel. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒപ്റ്റിമിസം ലാർജർ ലെവലിൽ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ സമാധാന പ്രക്രിയ അട്ടിമറിക്കാൻ ഒരുപക്ഷെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഒരു കാരണമായേക്കാം. അല്ല എങ്കിൽ പെട്ടെന്ന് ഉള്ള ചില പ്രകോപനങ്ങൾ, ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില പ്രസ്താവനകൾ ഉൾപ്പെടെ പ്രകോപനം കൂടുതൽ സൃഷ്ടിക്കാനും സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് സങ്കീർണത തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും ഇപ്പോൾ അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ചർച്ച അത് തന്നെയാണ് നിർണായകം. അതിൽ ഇപ്പോൾ എന്ത് തീരുമാനമായിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഒരു യുദ്ധത്തിന്റെ അവസാനത്തിലേക്കൊക്കെ ആ ഒരു ചർച്ച എത്തുമോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. പരിഹാരങ്ങൾ അന്തിമമായിരിക്കണം, ആത്യന്തികമായിരിക്കണം, പെർമനന്റ് ആയിരിക്കണം, ലാസ്റ്റിംഗ് ആയിരിക്കണം. ഇതാണ് ഇറാൻ പറയുന്നത്. നിരന്തരം ചർച്ചയുടെ അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമല്ല, മുൻകാല ചർച്ചകളിൽ ദുരനുഭവങ്ങളാണ് ഇറാൻ ഉണ്ടായത്. രണ്ട് റൗണ്ട് ചർച്ചകളുണ്ട്. 2025 6ാം റൗണ്ട് ചർച്ചയിലേക്ക്, ആണവ ചർച്ചയിലേക്ക് അമേരിക്കയും ഇറാനും പ്രവേശിച്ച സമയത്താണ് ഇറാന്റെ ആണവ നിലയങ്ങളിൽ അമേരിക്ക ബോംബ് വർഷിക്കുന്നത്. ഇപ്പോൾ ഇതാ 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി അമേരിക്ക നടത്തിയ ആക്രമണം. 3 റൗണ്ട് ആണവ ചർച്ചകൾ നടത്തി 4ാം റൗണ്ട് വിയന്നയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു പിരിഞ്ഞ ഉടനെ തന്നെയാണ് ഏകപക്ഷീയമായി അമേരിക്ക ആക്രമണം നടത്തിയത്. അതുകൊണ്ട് ചർച്ചയിലൊക്കെയുള്ള ഒരു വിശ്വാസ്യത ഇറാൻ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടറിയേണ്ടതാണ്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ടാണ് ഒരുപക്ഷെ ഇറാൻ നീങ്ങുന്നത്. മാത്രമല്ല, ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന, ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ അതിനർത്ഥം ഇറാന് ഒരു വൻ വിജയം നേടുക എന്നത് തന്നെയാണ്. അത് പൂർണ്ണമായി അംഗീകരിക്കാനാവില്ല എന്ന് നമുക്കറിയാം. അതായത് ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഇറാന് വേണം. ആണവ സമ്പുഷ്ടീകരണം തുടരും. അതുപോലെ ഹിസ്ബുള്ളയും ഹമാസിനെയും ഒക്കെ സഹായിക്കുന്നത് നിർത്തിവെച്ചാൽ പോലും അവരുടെ സുരക്ഷിതത്വം ഇറാന്റെ കൺസേൺ ആണ്. അത് മാത്രമല്ല, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല. ഇങ്ങനെ അപ്പം പാശ്ചാത്യ ലോകം, പ്രത്യേകിച്ച് അമേരിക്ക ആഗ്രഹിച്ച ഒരു കാര്യവും അംഗീകരിച്ചു കൊടുക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. ഇറാൻ പുതിയ നിബന്ധന, ഹോർമൂസിൽ ചുങ്കം പിരിക്കുന്നത് ഉൾപ്പെടെയുള്ള നിബന്ധനകൾ വെക്കുന്നു. അമേരിക്കൻ താവളങ്ങൾ ഗൾഫ് മേഖലയിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായി അല്ല, ഭാഗികമായി പോലും അമേരിക്കയ്ക്ക് അനുവദിക്കാനാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്ന സാഹചര്യത്തെക്കാൾ വളരെ ദോഷകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവില്ലേ എന്നതാണ് അമേരിക്ക ഉള്ളിൽ നിന്ന് ഉയർന്ന ചോദ്യങ്ങൾ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്കും ഇസ്രായേലിനും തമ്മിലുണ്ടായി എന്ന് പറയുന്ന ഏകോപനം ഈ ചർച്ചകളുടെ കാര്യത്തിലില്ല. ഇസ്രായേലിനെ ഒഴിവാക്കി നിർത്തി ഉള്ള ചർച്ചകൾ എത്രത്തോളം വിജയിക്കും? അമേരിക്ക ഇനി പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറായെങ്കിൽ പോലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇറാനെതിരെ വീണ്ടും ആക്രമണം ഉണ്ടാവില്ല എന്ന ഉറപ്പൊന്നും ഈ ചർച്ചകളിലൂടെ ലഭിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ചർച്ചകൾ ഒരു കോഷ്യസ് ഓപ്റ്റിമിസം, പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു നിലപാട്, പക്ഷെ അതേസമയം കോഷൻ ഫസ്റ്റ്, ഇതാണ് ഇപ്പോഴത്തെ മനോഭാവം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കാര്യമായി ചർച്ച നടക്കട്ടെ. അതെങ്ങനെ ഉരുത്തിരിഞ്ഞു വരും? രണ്ടു ഭാഗത്തു നിന്നും പടിയിറക്കം ഉണ്ടാകേണ്ടതുണ്ട്. അല്ല എങ്കിൽ അവിടെ സമാധാനം മരീചികയായി തുടരാനാണ് സാധ്യത. തീർച്ചയായും ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ യുദ്ധം ഇപ്പോൾ രൂക്ഷമാകാനുള്ള സാധ്യത തന്നെയുണ്ട്. കാരണം നമുക്കറിയാം, ഈ ഒരു താൽക്കാലിക കരാറ് അത് അമേരിക്കയും ഇറാനും തമ്മിൽ എത്തുമ്പോൾ ചൊടിപ്പിച്ച ഇസ്രയേൽ ഇതിനിടയിൽ ഒരു വലിയൊരു പ്രഖ്യാപനവും നടത്തിയിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം അത് തന്നെയാണ് ലക്ഷ്യം, അത് ഏത് വിധേനയും കരസ്ഥമാക്കുമെന്നുള്ള ഒരു കാര്യം കൂടി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരു കരാർ വന്നത് മുതൽ ഇസ്രയേൽ തന്നെയാണ് തിരിച്ചടി തുടരുന്നത്. അതേസമയം തന്നെ കുവൈത്തിലേക്കും വ്യാപകമായിട്ടുള്ള ഡ്രോൺ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുമുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇതിന്റെ ഒരു അവസാനം എന്ന് പറയുന്നത്? കാരണം ഇനിയിപ്പോൾ ഈ ഒരു ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കരസേനയെ അയക്കാൻ വേണ്ടി ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു കരയുദ്ധത്തിലേക്കൊക്കെ നീങ്ങാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ്? കരയുദ്ധം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വളരെ നാടകീയമായി അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറായത്. അത് നിസ്സംശയം പറയാവുന്നതേ ഉള്ളൂ. കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ബോഡി ബാഗുകൾ, അമേരിക്കൻ സൈനികരുടെ ബോഡി ബാഗുകൾ വൻതോതിൽ അമേരിക്കയ്ക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നേക്കാം എന്ന ഒരു പേടി അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് കരയുദ്ധം അവസാനിപ്പിക്കണമെങ്കിലും മുഖം രക്ഷിക്കണമെങ്കിലും തങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകണമെങ്കിലും ചർച്ച മാത്രമാണ് ബലപ്രയോഗമല്ല പ്രതിവിധി എന്ന മനസ്സിലാക്കൽ നിന്നുകൊണ്ടാണ് ചർച്ച ഉണ്ടാകുന്നത്.
ചർച്ചയുണ്ടാകുമ്പോൾ ആദ്യമേ തന്നെ ചർച്ചയുടെ പ്രധാന വിഷയം ഹോർമൂസ് ഒന്നും ആയിരുന്നില്ല. ചർച്ചയുടെ പ്രധാന വിഷയം ആണവ സമ്പുഷ്ടീകരണമായിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആണവ സമ്പുഷ്ടീകരണം അത് സമീപ രാജ്യങ്ങൾക്ക്, ഇസ്രായേലിന് മാത്രമല്ല സൗദി അറേബ്യക്കും UAE-ക്കും ഉൾപ്പെടെയുള്ള GCC മേഖലയിൽ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഒരു രീതിയിലും വെപ്പൺ ഗ്രേഡിലേക്ക് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം എത്തരുത് എന്നതായിരുന്നു ഒരു കൺസെൻസസ്. അത് അറബ് രാജ്യങ്ങൾക്കും അതേപോലെ ഇസ്രായേലും അമേരിക്കയ്ക്കും എല്ലാം അക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. അവിടെ ഒരു ധാരണ ഉണ്ടാവാതെ എങ്ങനെയാണ് ഒരു കരാറിൽ എത്തിച്ചേരാൻ കഴിയുക? ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇറാൻ സമ്പുഷ്ടീകരണം തുടരുമെന്നാണ് പറയുന്നത്. ആണവ ബോംബൊന്നും ഉണ്ടാക്കില്ല, പക്ഷേ തങ്ങൾ ആണവ സമ്പുഷ്ടീകരണം തുടരും. എന്താണ് ഫിസൈൽ മെറ്റീരിയൽ? ഏതാണ്ട് വലിയ തോതിൽ 250 കിലോഗ്രാമോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം, 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് ഏതാനും ബോംബുകൾ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. ആ ഒരു ക്രൂഡ് ബോംബുകൾ, അതായത് ഡേർട്ടി ബോംബ് എന്നൊക്കെ അമേരിക്ക വിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാകൃതമായ രീതിയിലുള്ള ആണവ ഡിവൈസ് ഉണ്ടാക്കാൻ കഴിയും. 90% സമ്പുഷ്ടീകരണമാണ് വേണ്ടത്, പക്ഷേ അതിലേക്ക് എത്തി നിന്നിട്ടില്ല. ആ ഒരു ത്രഷ് ഹോൾഡ് ഉമ്മർപ്പടി ലെവലിൽ നിന്നും കൂടുതൽ മുന്നോട്ട് പോയാൽ സർവ്വവിനാശകാരിയാവും. ഇതാണല്ലോ അടിസ്ഥാനപരമായ വിഷയം. അങ്ങനെയെങ്കിൽ ഒരു കരാറിലൂടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇറാന് മാത്രമല്ലേ അറിയൂ. അത് എടുത്തു മാറ്റാനും ഇറാന് മാത്രമേ കഴിയൂ. ബലപ്രയോഗത്തിലൂടെ അത് കൈവശപ്പെടുത്താനോ എടുത്തു മാറ്റാനോ മറ്റൊരു രാജ്യത്തെ കൊണ്ടുപോരാനോ അല്ലെങ്കിൽ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കണമെങ്കിൽ സഹകരണം ആവശ്യമാണ്. അത് തന്ത്രപരമായ സഹകരണത്തിലൂടെ മാത്രമേ അത് സാധ്യമാവൂ. അതാണ് അവസ്ഥ. അതുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയം ഒരു അട്ടത്ത് വെച്ചതിന് ശേഷം ഹോർമൂസ് തുറക്കുക എന്ന പരിമിതമായ ലക്ഷ്യത്തിലേക്ക് അമേരിക്ക മാറുകയാണോ? അതായിരുന്നില്ലല്ലോ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു ഈ ബലപ്രയോഗം? എന്തിനായിരുന്നു 40 ദിവസം നീണ്ടുനിന്ന യുദ്ധം? ഇതൊക്കെ ട്രംപ് ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ലേ? പ്രാഥമികമായ ലക്ഷ്യങ്ങൾ രണ്ടായിരുന്നു. ഒന്ന്, ഇറാന്റെ മിസൈൽ ശേഖരം വിനാശം വിതയ്ക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, നശിപ്പിക്കുക. അതുപോലെ ആണവ സാങ്കേതികവിദ്യ, ആണവ നിലയങ്ങൾ, ആണവ സമ്പുഷ്ടീകരണം അത് അവസാനിപ്പിക്കുക. റെജീം ചേഞ്ചിനെ കുറിച്ച് സംസാരിച്ചത് ഇത് രണ്ടും സാധ്യമാകണമെങ്കിൽ ഇറാന്റെ ഒരു ഭരണമാറ്റം ഉണ്ടായെങ്കിലേ പറ്റൂ എന്ന നിലയിലാണ്. അതുണ്ടാവില്ല എന്ന് ഏതാണ്ട് 100% ഉറപ്പായി. ഇറാന്റെ നേതാക്കളെ വധിക്കാം, ഇറാൻ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാം, പക്ഷേ ഇറാനിൽ ഭരണമാറ്റം സംഭവിക്കണമെങ്കിൽ ഒരു ആത്യന്തികമായ കരയുദ്ധം തന്നെ വേണ്ടിവരും. അതൊരു പക്ഷേ ആഴ്ചകളോ മാസങ്ങളോ അല്ല, വർഷങ്ങൾ നീണ്ട കരയുദ്ധത്തിലൂടെ പോലും അതൊരു പക്ഷേ സാധ്യമാകണമെന്നില്ല. അതിനുള്ളിൽ തന്നെ ലോക പൊതുജന അഭിപ്രായം, അമേരിക്കയ്ക്ക് ഉള്ളിലെ അഭിപ്രായം എല്ലാം തിരിയാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി കരണീയമായ ഏക മാർഗം ചർച്ചയിലൂടെ ഇറാനെ വഴിക്ക് കൊണ്ടുവരിക. അത് പൂർണ്ണമായി സാധ്യമല്ല എന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇറാനും അമേരിക്കയും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇസ്രയേലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അമേരിക്ക നിലയ്ക്ക് നിർത്താൻ സന്നദ്ധമാകുക വഴി മാത്രമേ ഒരുപക്ഷെ സമാധാനം കൊണ്ടുവരാൻ ആവൂ എന്ന തിരിച്ചറിവാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.